നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് കർക്കിടക വാവാണ്. ഇന്ന് വാവ് വിളിക്കാനായിട്ട് ബലിയിടാനായിട്ടും ഇറങ്ങിയതാണ്. ഞാനും മോൻ സിദ്ധാർത്ഥും ഉണ്ട്. അയാളാണ് ഇന്ന് വീഡിയോ എല്ലാം പിടിക്കുന്നത്. നമ്മൾ വന്നേക്കുന്നത് 1000 തെങ്ങിലാണ്. 1000 തെങ്ങ് അഴീക്കൽ ബീച്ചിലോട്ട് പോകുന്ന വഴിക്ക് കടലിൻ്റെ തീരത്ത് മൊത്തം പന്തലിട്ട് കർമ്മികൾ ഇങ്ങനെ കർമ്മം ചെയ്യുന്ന പരിപാടിയാണ് ഉള്ളത്. അപ്പോൾ അവിടോട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അവിടെ വന്ന് ഡ്രസ്സൊക്കെ മാറി നമ്മൾ രസീത് എഴുതിച്ച് അങ്ങനെ കർമ്മം ചെയ്യാനായിട്ട് നിൽക്കുവാണ്. ഇന്നിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്നെ കാണാൻ ഒരുപാട് പേരാണ് വരുന്നത്. എൻ്റെ അച്ഛൻ, അമ്മ, മൂത്ത സഹോദരൻ, പിന്നെ ഷീജയമ്മയ്ക്ക് ഈ പ്രാവശ്യം ബലിയില്ല. ഷീജയമ്മ മരിച്ചിട്ട് 4 മാസം ആകുന്നുള്ളൂ. അതുകൊണ്ട് ഷീജയമ്മയ്ക്ക് നമുക്ക് ഈ പ്രാവശ്യം ബലിയിടണ്ട. അപ്പോൾ അച്ഛനും അമ്മയും മൂത്ത സഹോദരനും പിന്നെ ഒരുപാട് സുഹൃത്തുക്കളും, ഞങ്ങളെ വിട്ടുപിരിഞ്ഞ കുറേ ഏറ്റവും അടുത്ത 1-2 സുഹൃത്തുക്കൾ പോയിട്ടുണ്ട്. അവരെല്ലാം കാണാൻ വേണ്ടി, അവർക്ക് വേണ്ടി ബലി തർപ്പണം ചെയ്യാൻ വേണ്ടിയാണ് ഞാനിന്ന് വന്നേക്കുന്നത്. അപ്പോൾ അവർക്ക് ബലിയിട്ടുകൊണ്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാം എന്ന് കരുതി ഇറങ്ങിയതാണ്. അപ്പോൾ കർമ്മ പരിപാടിയിലേക്ക് നടക്കുവാണ്. സിദ്ധാർത്ഥാണ് വീഡിയോ പിടിക്കുന്നത്. അതിരാവിലെ ഇറങ്ങി, മഴയുണ്ടായിരുന്നു. വെളുപ്പിനെ വരണമെന്ന് വിചാരിച്ചപ്പം ഭയങ്കര മഴയായതുകൊണ്ട് വെളുപ്പിനെ ഇറങ്ങാൻ പറ്റിയില്ല. 6 മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. അപ്പോൾ നല്ല തിരക്കുണ്ട്. ഇത് തന്നെ ഇതേപോലെ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ഒരു 7-8 അതിൽ കൂടുതൽ കടലിൻ്റെ സൈഡ് ആയിരുന്നെങ്കിൽ പാലം ഇറങ്ങി അങ്ങ് അഴീക്ക ബീച്ച് വരെയുള്ള സ്ഥലത്തെല്ലാം ഇതേപോലെ തന്നെ പന്തലിട്ട് കർമ്മം ചെയ്യുന്ന ഇതാണുള്ളത്. അപ്പം നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുവാണ്. മൈക്കിൽ കൂടെയാണ് അവർ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ അത് ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള കർമ്മങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഇപ്പം 4 പേരാണ് മരിച്ചേക്കുന്നത്. എൻ്റെ അച്ഛൻ, അമ്മ, മൂത്ത സഹോദരൻ, പിന്നെ ഭാര്യയായ ഷീജ. അപ്പോൾ ഇവർക്ക് 4 പേർക്കും ബലിയിടണം. ഷീജയമ്മയ്ക്ക് ഈ പ്രാവശ്യം പ്രത്യേകിച്ച് ബലിയിടേണ്ട. അയാൾക്ക് 4 മാസം ആയതേ ഉള്ളൂ മരിച്ചിട്ട്. അതുകൊണ്ട് അയാൾക്ക് ആണ്ട് നടത്തിയിട്ട് ബലിയിടാവുള്ളെന്നാണ് പറയുന്നത്. അതെനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുള്ള കാര്യം ആൾക്കാർ കമൻറ്റ് ചെയ്യണം കേട്ടോ. 4 മാസം ആയതുകൊണ്ട് അയാളും 1 വർഷം തികയാതെ ബലിയിടരുതെന്നാണ് പറയുന്നത്. പിന്നെ ഇന്നിപ്പോൾ ഈ ബലി കർമ്മം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൂടെ, പൃഥുക്കൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടി ചെയ്യുന്നതായതുകൊണ്ട് കുഴപ്പമില്ല. അച്ഛനും അമ്മയും മൂത്ത ജ്യേഷ്ഠനും ഉണ്ട്. അവർ 3 പേർക്കും എല്ലാ വർഷവും വന്ന് ചെയ്യുന്നതാണ്. പിന്നെ ഈ പ്രാവശ്യം ഒരു അതിഥിയും കൂടെ കൂടി. അപ്പം എല്ലാവർക്കും വേണ്ടി ബലിയിടാൻ വേണ്ടി വന്ന ഷീജയമ്മയ്ക്ക് അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മോളെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുമില്ല. 1 വർഷം കഴിയണമെന്ന് പറയുന്നതുകൊണ്ടാണ്, ആണ്ട് കഴിയണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ടുവന്നിട്ടില്ല. പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല. മോൻ വന്നിട്ടുണ്ട്, മോൻ ചെയ്യുന്നില്ല. മോളും ഉണ്ട്, പക്ഷെ അവർ ചെയ്യുന്നില്ല. അവരെ അടുത്ത വർഷം ചെയ്യിപ്പിക്കാം. അപ്പോൾ എല്ലാവരും ഈ കടൽ തീരത്ത് വന്ന് നമ്മളെ കാണാൻ വരുമെന്നുള്ളൊരു വിശ്വാസമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യുക. ഞാനെപ്പോഴും വന്ന് ചെയ്തിട്ട് പോയിട്ട് പറയാറുണ്ട്. അച്ഛനും അമ്മയും ചേട്ടനും 3 പേരാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഞങ്ങളെ വിട്ട് പിരിഞ്ഞത്. അച്ഛൻ മരിച്ചിട്ട് ഒരുപാട് വർഷമായി. ചേട്ടൻ അത് കഴിഞ്ഞ് മരിച്ചു. പിന്നീട് അമ്മ. എല്ലാവരും കുറേ വർഷത്തോളമായി നമ്മളെ വിട്ട് പിരിഞ്ഞു പോയിട്ട്. അപ്പോൾ അവർക്കൊക്കെ വർഷത്തിലൊരു പ്രാവശ്യം നമ്മളെ കാണാനും നമ്മളെ അടുക്ക് വരാനും ഉള്ള ഒരു അവസരമാണ് ഈ കർക്കിടക വാവ് ബലി. അപ്പോൾ അത് ഭംഗിയായിട്ട് നടത്തുക എന്നുള്ള. നേരത്തെയൊക്കെ നമ്മൾ ആറാട്ടുപുഴയൊക്കെ ആയിരുന്നു പോകുന്നത്. ഇപ്പം കഴിഞ്ഞ വർഷം ഈ വർഷമാണ് ഇപ്പോൾ 1000 തെങ്ങ് വരുന്നത്. അപ്പോൾ വലിയ തിരക്കാണ്. ഇപ്പോൾ ഇപ്പോൾ ഇവിടെ അവിടെ ആയാലും വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. ഇവിടെ നല്ല രീതിയിൽ അവർ എല്ലാം മൈക്കിൽ കൂടെ വിളിച്ച് പറഞ്ഞു തരും. മന്ത്രങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. നമുക്കൊരു തൃപ്തി വരുന്നിടത്ത് വേണമല്ലോ ചെയ്യാൻ. നമുക്ക് മനസ്സിനൊരു തൃപ്തി വരണമല്ലോ. ഇതിപ്പോൾ ചെയ്ത് കുഴപ്പമില്ല എന്ന് നമുക്കൊരു തോന്നൽ വരണം. ചിലയിടത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം നമ്മളിതേപോലെ വന്ന് ചെയ്തപ്പോഴേ ഇത് എന്താ പറയുക, ചോറ് കിട്ടിയില്ലായിരുന്നു. അതിന് പകരം ഒരു പുട്ടിൻ്റെ മാവ് കുഴച്ച് വെച്ചിരുന്നത് എടുത്തുകൊണ്ട് തന്നേത്. അന്നേരം നമുക്കൊരു തൃപ്തി വന്നിട്ടില്ലായിരുന്നത്. പിണ്ടച്ചോറല്ലേ നമ്മൾ വെക്കേണ്ടത്.
കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ അവർ ഇതേപോലെ ഒരുപാട് തിരക്കായതുകൊണ്ട് പെട്ടെന്ന് പിണ്ടച്ചോറങ്ങ് തീർന്നിട്ട് അവർ പുട്ടുപൊടി കുഴച്ചത് കൊണ്ടുവന്ന് തന്നത്, അതാണ് ഉരുള വെച്ചത്. പക്ഷേ അത് എൻ്റെ അമ്മയൊന്നും സ്വീകരിക്കുമെന്ന് തോന്നുന്നില്ല. അവർ പണ്ടേ ഒരു വാശിയുള്ള കൂട്ടത്തിലുള്ള, അവർക്ക് പിണ്ടം തന്നെ കിട്ടണം. അന്ന് ഞാനത് ചെയ്തിട്ട് വീട്ടിൽ വന്ന് പറയുകയും ചെയ്ത്, അതൊന്നും രാധയമ്മ സ്വീകരിക്കത്തില്ല എന്ന്. അതെല്ലാം കൃത്യമായിട്ട് ജീവിച്ചിരുന്നപ്പോഴേ എല്ലാം കൃത്യമായിട്ട് ചെയ്യണമെന്ന് പറയുന്ന ആളാണ്. അപ്പോൾ പിന്നെ നമ്മൾ പിണ്ടം വെക്കാതെ പുട്ടുപൊടി ഉരുട്ടി വെച്ചെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും സ്വീകരിക്കത്തില്ല. ഇപ്രാവശ്യം അതുകൊണ്ട് നല്ല രീതിയിലെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർ ആവശ്യത്തിന് പിണ്ടച്ചോറ് തന്ന് അതെല്ലാം ഉരുട്ടി അവർ പറയുന്ന മന്ത്രങ്ങളുമൊക്കെ ചൊല്ലി വെക്കുവാണ്. ഷീജയമ്മ ഞങ്ങളെ വിട്ടുപോയിട്ട് 4 മാസം ആയതേ ഉള്ളൂ. 4 മാസം ആയാൽ 4 മാസം തികയുന്നതേ ഉള്ളൂ. അടുത്ത മാസം 6-ാം തീയതി 4 മാസം ആകത്തുള്ളൂ. അതുകൊണ്ട് ആണ്ടുബലി നടത്താത്തത് കൊണ്ട് ഷീജയമ്മയ്ക്ക് ഈ പ്രാവശ്യം ബലിയിടണ്ട എന്നാണ് എല്ലാവരുടെയും ഉപദേശം കേട്ടോ. കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അതുകൊണ്ട് മോളെ കൊണ്ടും മോനെ കൊണ്ടും ചെയ്യിപ്പിക്കുന്നില്ല. ഞാൻ മാത്രം എൻ്റെ അച്ഛനും അമ്മയും മൂത്ത ജ്യേഷ്ഠനും പിന്നെ കുറേ സുഹൃത്തുക്കളും പെട്ടെന്ന് നമ്മളെ വിട്ടുപോയ അടുത്ത കുറേ സുഹൃത്തുക്കളുണ്ട്, അവർക്കുമൊക്കെ വേണ്ടിയാണ്. അവരൊക്കെ ഇന്ന് ഇവിടെ നമ്മളെ കാണാൻ വരുമെന്നുള്ളൊരു വിശ്വാസം. അതേപോലെ കടലിനാണെങ്കിൽ ഭയങ്കര കടൽക്ഷോഭമാണ്. കടലിറങ്ങാതിരിക്കാൻ ഫയർഫോഴ്സിൻ്റെ ആൾക്കാരൊക്കെ നിന്ന് നിയന്ത്രിക്കുന്നുണ്ട്. കർമ്മി നല്ല രീതിയിൽ മന്ത്രങ്ങളൊക്കെ ചൊല്ലിത്തരുന്നുണ്ട്. അതുകൊണ്ട് മനസ്സിനൊരു സന്തോഷം. കർമ്മമെല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള ഒരു തൃപ്തിയുണ്ട് ഈ പ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, ഒരു തൃപ്തിയില്ലായിരുന്നു. നമുക്ക് ചില ആചാരങ്ങളുണ്ടല്ലോ, അത് അതേ രീതി ഫോളോ ചെയ്ത് പോയില്ലെങ്കിൽ നമുക്കൊരു തൃപ്തി വരത്തില്ല. നമ്മളിത് വർഷം ചെയ്യുന്നതായതുകൊണ്ട് നമുക്കത് ആ രീതിയിൽ പോകണം. ഇപ്രാവശ്യം കുഴപ്പമില്ല, എല്ലാം നല്ല ഇതിലാണ്. നല്ല രീതിയിൽ മന്ത്രങ്ങളെല്ലാം ചൊല്ലിത്തരുന്നുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇന്ന് ബലിയിടാൻ പോയി കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ മഴയാണ് നമ്മുടെ നാട്ടിൽ, തോരാത്ത മഴ. മെനങ്ങാന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിപ്പോയി. ഞാൻ ആ വീട്ടിൻ്റെ മുറ്റത്ത് നിറയെ വെള്ളം പൊങ്ങിയിരിക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടില്ല. അത്രയ്ക്ക് വെള്ളമായിപ്പോയി. കാറൊക്കെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മഴ ഇപ്രാവശ്യം നമുക്ക് കൂടുതലാണ്. എന്തോ മഴ എല്ലായിടും അതേപോലെ തന്നെ, കേരളം മൊത്തം മഴ അതേപോലെ നിൽക്കുകയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ കർമ്മി നല്ല രീതിയിൽ മന്ത്രങ്ങളൊക്കെ ചൊല്ലി കർമ്മ പരിപാടികളങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മളിത് എടുത്തു കൊണ്ടുപോയി കടലിൽ മുങ്ങി 3 വട്ടം കുളിക്കണമെന്നാണ്. 3 പ്രാവശ്യം മുങ്ങി കുളിക്കാൻ ഈ പ്രാവശ്യം അവർ സമ്മതിക്കുമെന്ന് അറിയത്തില്ല. എന്നാലും നമുക്ക് ശ്രമിച്ചു നോക്കാം. ഇന്ന് വീഡിയോഗ്രാഫർ സിദ്ധാർത്ഥാണ്. അയാളെ കൊണ്ട് ചെയ്യിക്കുന്നില്ലയോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അറിയത്തില്ലല്ലോ കുഞ്ഞിന്. മണ്ണിൽ മുട്ടും കുത്തിയിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, മുട്ടൊക്കെ നോക്കുന്നത്. പക്ഷേ അത് മുട്ടും കുത്തി തന്നെ ഇരുന്ന് ചെയ്യണമല്ലോ എന്ന് കരുതിയത് കൊണ്ടാണ് അങ്ങനെ തന്നെ ഇരിക്കുന്നത്. എല്ലാവർക്കും കൂടെ ഒരുമിച്ച് മന്ത്രം ചൊല്ലിത്തരുമല്ലേ. കൃത്യമായിട്ട് നമ്മളതെല്ലാം ശ്രദ്ധിച്ച് ചെയ്യുക. അവർക്ക് വർഷത്തിലൊരു പ്രാവശ്യമല്ല ഉള്ളത് നമ്മളിങ്ങനെ ഒരു കർമ്മ പരിപാടികൾ ചെയ്യുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്യണമെന്ന് എനിക്കൊരു നിർബന്ധമുണ്ട്. അതുകൊണ്ട് ആറാട്ടുപുഴയിൽ നിന്നൊക്കെ നമ്മൾ ഇങ്ങോട്ട് മാറിയത്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരിങ്ങനെ നിരന്നിരിക്കും, ഇടയ്ക്ക് വന്ന് കയറും. എന്നിട്ട് കുറേ പേർക്ക് മന്ത്രം ചൊല്ലി തീരാറാകുമ്പോഴാണ് കയറുന്നത്. ഇവിടെ പിന്നെ അങ്ങനെയല്ല, കുറേ പേരെ ആയിക്കഴിയുമ്പോൾ അവരെ എല്ലാവരെയും കൂടി ഇരുത്തി അങ്ങ് ചെയ്യുക.
അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത ആൾക്കാർ വരുമ്പോൾ അടുത്ത ആൾക്കാരെ കയറ്റുക. ആറാട്ടുപുഴ അങ്ങനെയല്ല, മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാർ വന്ന് കയറുന്നു, പിന്നെ കുറേ ആൾക്കാർ ഇതെടുത്തുകൊണ്ട് കഴിഞ്ഞ് പോകുന്നു. അപ്പോൾ പകുതി മന്ത്രങ്ങളൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു തൃപ്തി വരത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് അവിടെ നിന്ന് മാറിയത്. ഇവിടെ ആകുമ്പോൾ ഇപ്പോൾ 10-100 പേരെ ഒന്നിച്ച് നിർത്തി ചെയ്തിട്ട് അവരെ കഴിയുമ്പോൾ അടുത്ത ആൾക്കാരെ അങ്ങനെ കുഴപ്പമില്ല. നല്ല രീതിയിൽ മന്ത്രമൊക്കെ ചൊല്ലി നമുക്ക് മനസ്സിനൊരു തൃപ്തി വരണമല്ലോ. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ഒരു അങ്കലാപ്പ് വരരുതല്ലോ. അവർക്ക് വർഷത്തിലൊരു ദിവസമല്ല ഉള്ളു. ആ ഒരു ദിവസം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അതൊരു വിഷമമായിട്ട് വരും. അപ്പോൾ കർമ്മ പരിപാടികൾ കഴിഞ്ഞു. വലം വെച്ച് പൂവിട്ട് എടുക്കുവാണ് ഇനി. സത്യം പറഞ്ഞാൽ 3 പ്രാവശ്യം വലം വെച്ചപ്പോഴത്തേക്ക് തല ഇറങ്ങിപ്പോയി കേട്ടോ. ഇയർ ബാലൻസ് തെറ്റിയതുപോലെ തോന്നി. ശരിക്കാളാട്ടോ, ശരിക്കാൾ കേരളക്കാരെ ഒന്നാകെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ലേ. എല്ലാ വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും വരാതിരിക്കത്തില്ലല്ലോ. ഇപ്പോൾ എന്തായാലും കുറച്ച് നേരം മഴ തോന്നിയിരിക്കുക. അത് പന്തലിട്ടിട്ടുണ്ട്, പന്തലിനകത്താട്ടോ. മഴയുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. പന്തലിട്ടിട്ടുണ്ട്, പന്തലിനകത്താണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളൊക്കെ. രാവിലെ താമസിച്ചായതുകൊണ്ട് വെളുപ്പക്കാലത്ത് മഴയായിരുന്നു. നേരത്തെയൊക്കെ തിരുവല്ലാവാരത്ത് പോയി ചെയ്യുമായിരുന്നു, പിന്നെ ആറാട്ടുപുഴ, പിന്നെ ഇപ്പം നമ്മളായിരുന്നെങ്കിലായി. ഇത്രയും ദൂരം പോകണ്ടല്ലോ, നമ്മുടെ അടുക്ക തന്നെ ഉണ്ടല്ലോ. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 2.5 കിലോമീറ്റർ പോയാൽ ആയിരുന്നെങ്കിൽ കടല. 2.5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ചടങ്ങെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ഇല എടുത്തുകൊണ്ട് മടക്കി തലയിൽ വെച്ച് കടലിൽ പോയി മുങ്ങുന്ന ഒരു ചടങ്ങാണ് ഇനിയുള്ളത്. പ്ലേറ്റിനകത്ത് വെച്ചാൽ എടുത്ത് പ്ലേറ്റ് ഞാൻ പിന്നെ പോകുന്ന വഴിക്ക് കടലിൽ കളയാൻ പറ്റാത്തതുകൊണ്ട് ഞാനങ്ങ് മാറ്റിയിട്ടുണ്ട്. ഇല മടക്കുമ്പോൾ കീറിപ്പോവും. അതുകൊണ്ട് പിന്നെ പ്ലേറ്റോടെ ഞാൻ എടുത്ത് അങ്ങോട്ട് പോകുന്ന വഴിക്ക് പിന്നെ പ്ലേറ്റ് ഞാനങ്ങ് മാറ്റും. ഇതൊന്നും കടലിൽ കൊണ്ട് കളയാൻ പറ്റത്തില്ലല്ലോ പ്ലേറ്റ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എല്ലാവരും ബലിതർപ്പണത്തിന് വേണ്ടി മാറ്റി വെച്ചേക്കുന്ന ഒരു ദിവസമാണ് കേരളക്കര മൊത്തം. നമുക്ക് മാത്രമല്ലെന്ന് തോന്നുന്നു, നമ്മുടെ കൂടെ അവിടെ തമിഴന്മാരൊക്കെ ഉണ്ട് ബലിയിടാൻ കേട്ടോ. അവർക്കും ഉണ്ടെന്ന് തോന്നുന്നു. സാധാരണ അതിനെപ്പറ്റി നമുക്കറിയത്തില്ലല്ലോ. കേരളക്കര മാത്രം ഇങ്ങനെ ബലിയിടുന്നതല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇന്ന് പക്ഷേ അവിടെ തമിഴരുണ്ട് നമ്മുടെ കൂടെ, തമിഴ്നാട്ടുകാർ അവിടെ ബലിയിടുന്നുണ്ട്. ഇവിടെ പാറയ്ക്ക് വരെ മണ്ണ് കൊണ്ട് ഇത് സൈഡ് വാൾ പോലെ ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് നെറ്റ് ഇട്ടേക്കുക, കയറിൻ്റെ നെറ്റ്. അതിൻ്റെ മേളിൽ കൂടെ മറികടന്ന് അങ്ങോട്ട് പോകുന്നത്. കടൽ ഭയങ്കര ക്ഷോഭത്തിലാണ് കേട്ടോ, കടൽ ക്ഷോഭമുണ്ട്. അത് കാരണം ഫയർഫോഴ്സിൻ്റെ ആൾക്കാരുണ്ട്, നമ്മളെ അങ്ങോട്ട് വിടത്തില്ല. ഒരു പരിധി കഴിഞ്ഞ് അങ്ങോട്ട് കടലിലോട്ട് ഇറക്കത്തില്ല. അവിടെ ആൾ നിൽപ്പുണ്ട്. അതും കടൽ മൊത്തം കലങ്ങിയും കിടക്കും. മഴ അങ്ങനല്ലേ, വെള്ളം കലങ്ങി കിടക്കുക. കടലിലെ വെള്ളം മൊത്തം കലങ്ങിയും കിടക്കുക. തിര ഭയങ്കരമാണ്. എന്നാലും നല്ല രീതിയിൽ തലയൊന്ന് 3 പ്രാവശ്യം നനയ്ക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ടങ്ങ് ഇറങ്ങുവാണ്. ഒരു പരിധി കൂടുതൽ ഇറങ്ങാൻ സമ്മതിക്കത്തില്ല, അവർ വിസിലടിക്കും. ഞാനെന്നാലും കുറച്ചങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ നല്ലൊരു തിര വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ 3 പ്രാവശ്യം തല നനച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം കോരി 3 പ്രാവശ്യം തലയിൽ ഇങ്ങനെ ഞാൻ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ അവർ കയറാൻ പറയും. ഫയർഫോഴ്സിൻ്റെ ആൾക്കാർ നമ്മളെ കയറ്റും. അതേസമയം തിരുവല്ലാവാരത്തൊക്കെ നമ്മൾ ഇച്ചിരി നല്ലപോലെ അങ്ങോട്ട് ഇറങ്ങി കടൽ ശാന്തമായിട്ടിരിക്കുന്ന സമയത്താണെങ്കിലല്ലേ അത് പറ്റത്തുള്ളൂ. കടലിങ്ങനെ ശോഭിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെല്ലാം ഇന്ന് ബലിയിടാൻ പോയെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പിള്ളേരുടെ വീഡിയോ ഒക്കെ കണ്ട് കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുന്നവർക്ക് ഒരുപാട് താങ്ക്സ്. ഇനി വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു നാളെ നേരുന്നു. നല്ലതുപോലെ നനഞ്ഞിട്ടുണ്ട്, തലയൊക്കെ നനച്ചാണ് ഞാൻ കയറി വന്നത്. ഓക്കെ, ബൈ.